യൂറോപ്പിൽ ഒരു രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു യാചകനുണ്ടായിരുന്നു. പകൽ മുഴുവൻ യാചിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് അയാൾ ജീവിച്ചു. സുഹൃത്തുക്കളെ, KKG ഇഫക്റ്റിന്റെ 166-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു ദിവസം മുന്തിയ വസ്ത്രങ്ങൾ ധരിച്ച അറിയപ്പെടുന്ന ഒരു വ്യാപാരി റെയിൽവേ സ്റ്റേഷനിലെത്തി. വലിയ പ്രതീക്ഷയോടെ യാചകൻ വ്യാപാരിയുടെ മുന്നിൽ കൈനീട്ടി. വ്യാപാരി ചോദിച്ചു, ഞാൻ പൈസ തന്നാൽ പകരം തരാൻ എന്തുണ്ട് നിന്റെ കയ്യിൽ? സാർ, ഒരു യാചകനായ എൻ്റെ കയ്യിൽ പകരം തരാൻ ഒന്നുമില്ല. ഒരു വ്യാപാരിയായ ഞാൻ പകരം തരാൻ ഒന്നുമില്ലാത്തവർക്ക് പൈസ കൊടുക്കാറില്ല. അന്ന് രാത്രി യാചകൻ ഉറങ്ങിയില്ല. വ്യാപാരിയുടെ വാക്കുകൾ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അടുത്ത 2 ദിവസങ്ങൾ അയാൾ ഭിക്ഷയെടുക്കാൻ പോയില്ല. എന്തു ചെയ്യേണ്ടു എന്ന് ആലോചിച്ചിരിക്കെ റെയിൽവേ ട്രാക്കിൻ്റെ പരിസരത്തുള്ള പൂക്കൾ അയാളുടെ കണ്ണിൽപ്പെട്ടു. കുറെ പൂക്കൾ ശേഖരിച്ച് അയാൾ പതിവ് സ്ഥലത്ത് ചെന്നിരുന്നു. പൈസ തരുന്നവർക്ക് പകരമായി പൂക്കൾ കൊടുത്തു. സാധാരണയിൽ കവിഞ്ഞ വരുമാനം ഉണ്ടാക്കാൻ അയാൾക്ക് കഴിഞ്ഞു. അയാൾ പൂക്കൾ കൂടുതൽ ശേഖരിക്കാൻ തുടങ്ങി. ആളുകൾ സന്തോഷത്തോടെ പൂക്കൾ വാങ്ങി പൈസയും നൽകി. ഒരു ദിവസം അന്ന് കണ്ട വ്യാപാരിയെ അയാൾ ട്രെയിനിൽ കണ്ടു. ഒരു കുല പൂക്കൾ എടുത്ത് വ്യാപാരിയുടെ അടുക്കലെത്തി. എൻ്റെ കയ്യിൽ ഇപ്പോൾ താങ്കൾക്ക് തരാൻ പൂക്കളുണ്ട്. വ്യാപാരി പുഞ്ചിരിച്ചുകൊണ്ട് പൂക്കൾ വാങ്ങി പൈസ കൊടുത്തു. യാചകൻ തിരിച്ചറിഞ്ഞു, ഇന്ന് ഞാൻ യാചകനല്ല, ഒരു പൂ വ്യാപാരിയാണ്. 6 മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം 2 വ്യാപാരിമാർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടുമുട്ടി. ഒരാൾ ചോദിച്ചു, താങ്കൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? വളരെ നേരം നോക്കിയ ശേഷം അയാൾ പറഞ്ഞു, നിങ്ങൾ ആ യാചകനല്ലേ? ശരിയാണ്, എന്നാൽ ഇപ്പോൾ ഞാൻ യാചകനല്ല, ഒരു പൂ വ്യാപാരിയാണ്. അടുത്ത സ്റ്റേറ്റിലേക്ക് വ്യാപാരം വിപുലപ്പെടുത്താനുള്ള യാത്രയിലാണ്. 2 പേരും കൈ കൊടുത്ത് പിരിഞ്ഞു. സുഹൃത്തുക്കളെ, തിരികെ കൊടുക്കാൻ ഒന്നുമില്ലെങ്കിൽ വാങ്ങാതിരിക്കുക. അഥവാ വാങ്ങിപ്പോയാലോ എന്തെങ്കിലുമായി തിരികെ കൊടുത്തിരിക്കണം. ബൈ ഫ്രം KKG.